ഏകദേശം 10 മാസങ്ങൾക്ക് മുമ്പാണ് ഞാനൊരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ മരഡനീഷിൻ്റെ ഇൻ്റർവ്യൂയോടുകൂടി. അതിനുശേഷം പല വീഡിയോയിലും പറഞ്ഞു കേരളത്തിൽ ഈ ഗ്യാങ്സ്റ്റേഴ്സ്, അതായത് ഗുണ്ടായിസം എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരൻ്റെ ലൈഫിലോട്ട് കയറി ചെന്നിരിക്കുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ മരഡനീഷ് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഗുണ്ടായിസം വളരുന്നതിൻ്റെ കാരണം. അതേപോലെ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പോലീസുമായിട്ടും പൊളിറ്റീഷ്യൻസുമായിട്ടും, അതായത് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷനുമായിട്ടും ഇവരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ഈ ഗുണ്ടകൾക്കും ഗുണ്ട നെറ്റ്വർക്കിനും ഒക്കെ ഉള്ളത്. അതിപ്പോൾ കേരളത്തിൽ വൈഡ് സ്പ്രെഡ് ആയിട്ടൊക്കെ മാറി. പ്രത്യേകിച്ച് കൊമേഴ്ഷ്യൽ സിറ്റിയായ കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ ഗുണ്ടായിസത്തിൻ്റെ പ്രസൻസ് ഒരിക്കലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നത് കൂടുകയും കേരളത്തിൻ്റെ ഓരോ വില്ലേജുകളിലോട്ടാണ് ഈ ഗുണ്ടാ പ്രസൻസ് കയറി പോകുന്നത്. അപ്പം ഇതുമായിട്ട് ആ ഇൻ്റർവ്യൂവിന് ശേഷം ഞാൻ ഇതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്താൻ ശ്രമിച്ചു ആലുവയിൽ. അപ്പോൾ എനിക്കറിയാവുന്ന പല സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചിട്ട് എനിക്ക് ഗുണ്ടകളെ കാണണം, അവരായിട്ട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പല ഗുണ്ടകളെയും പോയി കണ്ടു. എല്ലാവരും നൊട്ടോറിയസ് ആയിട്ടുള്ള ഗുണ്ടകളാണ്. സിറ്റിയായിട്ട് ബന്ധപ്പെട്ട് അവർ പാലക്കാട്ട് പോയി ഇതിൽ ഓപ്പറേറ്റ് ചെയ്യും, മലപ്പുറത്ത് പോകും, ആലപ്പുഴ പോകും, തിരുവനന്തപുരത്ത് പോകും. അവർക്ക് കേരളം മുഴുവനും അവരുടെ കസ്റ്റഡിയിൽ തന്നെയാണ്. കേരളത്തിന് പുറത്തും അവർ പോയി പല ആവശ്യങ്ങളനുസരിച്ച്, കൊട്ടേഷൻ അനുസരിച്ച്, അസൈൻമെൻ്റ് അനുസരിച്ച് അവർ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പോൾ ഇന്നും ആ എക്സ്പീരിയൻസ് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ഒരു ഗുണ്ട അയാളുടെ ഫോൺ അവിടെ വെച്ചിട്ട് പറഞ്ഞു എനിക്ക് എത്ര ഫോൺ വരും എന്ന് താങ്കൾ കണ്ടോളുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞപ്പം ഒരു പോലീസ് ഓഫീസർ വിളിക്കുന്നു. സിറ്റിക്കകത്ത്, കൊച്ചി സിറ്റിക്കകത്ത് പോലീസ് ഓഫീസർ വിളിച്ചിട്ട് അയാൾ പറയുന്നു DSP റാങ്കിലുള്ളൊരു ഓഫീസറാണ്. വിളിച്ചിട്ട് ഈ ഗുണ്ടയോട് പറയുകയാണ് ഇന്ന പോലീസ് സ്റ്റേഷനിൽ ഒരു കേസുണ്ട്, അവർ പോലീസിനെ സമീപിച്ച് പോലീസുകാർക്ക് ഇടപെടാൻ പറ്റത്തില്ല, കാരണം പ്രോപ്പർട്ടിയായിട്ട് ഡിസ്പ്യൂട്ട്, ഏതാണ്ട് പണമിടപാട് കേസാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആരൊക്കെയാണ് ഇവർക്ക് ടാർഗറ്റ് ചെയ്യേണ്ട, അവരുടെ പേരും ഡീറ്റെയിൽസും ഫോൺ നമ്പരും അവരുടെ സംഭവങ്ങളെല്ലാം ഈ പോലീസ് ഓഫീസർ പറഞ്ഞു കൊടുക്കുന്നു. അതായത് ഈ ഗുണ്ടയോട് പറയുകയാണ് ഈ പോലീസ് ഓഫീസർ ഈ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി. അപ്പോൾ അതിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് 2 വക്കീലന്മാരുണ്ട്, അവരെ ഒതുക്കണം. അപ്പോൾ ഈ ഗുണ്ട അസൈൻമെന്റ് ഏറ്റെടുക്കുകയാണ്. എൻ്റെ മുമ്പിൽ വെച്ചാണ് സംഭവം നടക്കുന്നത്. അപ്പം അസൈൻമെന്റ് ഏറ്റെടുത്തിട്ട് ഇത്ര രൂപ, അപ്പം അത് ഈ ഗുണ്ടയ്ക്ക് ഇത്ര അവർ കൊടുക്കുമ്പോൾ ഈ പോലീസ് ഓഫീസറിന് ഇത്ര രൂപ, പിന്നെ അവിടുത്തെ SHOയോ പോലീസുകാർക്ക് ഇത്ര രൂപ. അപ്പോൾ ഏതാണ്ട് വീതം വെപ്പാണ്. ഇതേപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ മറ്റൊരു ഫോൺ വരുന്നു. അതൊരു രാഷ്ട്രീയക്കാരൻ്റെ ഫോണാണ്, അവിടുത്തെ ഭരിക്കുന്ന പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഫോൺ. അയാളും ഇതേപോലൊരു പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ട ആരോ പുള്ളിയോട് സമീപിച്ചു, ആരോട് കടം മേടിച്ചാണ്, ഏതാണ്ട് കടം മേടിച്ചതാണ്. അപ്പോൾ ഒരു സ്വകാര്യ ബാങ്കാണ്, ചെറിയ ബാങ്കാണ്. അപ്പോൾ അവർ ആ പണം കൊടുക്കുന്നില്ല. ആ പണം തിരിച്ചു വാങ്ങിത്തരാൻ വേണ്ടി ഈ ഗുണ്ട ഇടപെടാൻ വേണ്ടി ആ രാഷ്ട്രീയക്കാരൻ വിളിക്കുകയാണ്. അടുത്ത വീണ്ടും ഒരു ഫോൺ. അതായത് ഇത് പാറയുമായിട്ട്, അതായത് ഗ്രാനൈറ്റ് പാറയുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു ഇഷ്യൂ, വണ്ടി തടയുകയോ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നു. അവിടെയുള്ള ചില ആളുകൾ പണം ചോദിക്കുന്നു. അതിൽ ഈ ഗുണ്ട ഇടപെട്ട് കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കണം. അതായത് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഏകദേശം 10-12 ഫോണുകൾ ഇതേപോലെ ഗുണ്ടയുടെ അടുത്തോട്ട് വരികയാണ്. അതിൻ്റെ അകത്ത് പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, കലക്ട്രേറ്റിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അതേപോലെ ഗവൺമെൻറ് സെർവൻസ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ജോലി ചെയ്യുന്ന ജോലിക്കാർ, സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്, പൊളിറ്റീഷ്യൻസ് ഉണ്ട്. ഇപ്പം ഇവർക്കൊക്കെ ആവശ്യം ഗുണ്ടകളെ കൊണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് നടത്തി കൊടുക്കും. ഇവർക്കൊക്കെ നമുക്കറിയാവുന്ന വസ്തുതയാണ്. ഇപ്പം എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ, ഇപ്പോൾ കോടതിയാണെങ്കിലും പോലീസാണെങ്കിലും, പോലീസ് ഈ അധികം കാര്യങ്ങളിൽ ഇടപെടാറില്ല. കാരണം അത് അവരുടെ സീനിയർ ഒഫീഷ്യൽസ് അവിടെ കയറി ഓവർടേക്ക് ചെയ്യും, അത് ഓവർകട്ട് ചെയ്യും, ആ ഇഷ്യൂ ഇല്ലാതാക്കിപ്പോൾ. അതുകൊണ്ട് നേരിട്ട് ഈ ഗുണ്ടകളെ ഇടപെടുത്തി ഈ കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കേരളത്തിലെ അഡ്മിനിസ്ട്രേഷൻ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏജൻസി, പോലീസ് ആണെങ്കിലും കളക്ടറേറ്റ് ആണെങ്കിലും താലൂക്ക് ഓഫീസ് ആണെങ്കിലും വില്ലേജ് ഓഫീസ്, എന്ത് ഡിസ്പ്യൂട്ടും
അതായത് ഗുണ്ടകളുടെ അടുത്തോട്ട് അങ്ങോട്ട് പോവുകയാണ്. അതായത് സീനിയറായിട്ട് അഡ്മിനിസ്ട്രേഷൻ ഒഫീഷ്യൽസാണ് ഗുണ്ടകളെ വിളിച്ച് പറഞ്ഞ് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ പറയുന്നത്. അപ്പൊ ഈ ഗുണ്ടകൾക്ക് ഇത്രയും അസൈൻമെന്റ് കിട്ടുന്നു, ഓരോ കാര്യങ്ങൾ ഡീൽ ചെയ്ത് കൊടുക്കുന്നു, അവസാനം അവർക്ക് ഹ്യൂജ് ഒരു മണി കിട്ടുന്നു. ഇതാണ് ഇതിന്റെ പിറകിലുള്ള സംഭവം. ഇനി ഇവർക്കൊരു ലീഗൽ കേസുണ്ട്. കാരണം ഈ പോലീസുകാരൻ തന്നെയാണ് ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ, അതായത് അവിടുത്തെ ലോക്കൽ ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ ഈ പോലീസുകാരൻ തന്നെയാണ് ഇടപെട്ട ആ കേസ് എടുക്കുകയൊക്കെ ചെയ്യുന്നത്. കാരണം ഈ പോലീസുകാരൻ പറഞ്ഞിട്ടാണ് ഈ ഗുണ്ട ഇടപെട്ടേക്കുന്നത്. ആ കേസ് ഒരു പേരിനൊരു കേസ്, അതായത് മീഡിയയിലും പത്രത്തിലൊക്കെ ഇഷ്യൂ ആവുകയാണെങ്കിൽ ഒരു പേരിനുള്ള ഒരു കേസായി മാറുന്നു. അതിനുശേഷം ഇത് കോടതിയിൽ പോകുന്നു. കാരണം ഇവർക്കൊക്കെ ജാമ്യം കിട്ടുന്ന വളരെ പെട്ടെന്ന്. ഇതിനകത്തെല്ലാം അൺഹോളി നെക്സസ് ആണ്. അല്ലാതെ എല്ലായിടത്തും രാഷ്ട്രീയക്കാരനും പോലീസും ഒക്കെ ഉള്ള ഗെയിമാണ് ഈ കളിക്കുന്നത് മുഴുവനും. അല്ലാതെ നിങ്ങളിത് ഒരാളെ മാത്രം ഇത് മാറ്റി നിർത്തി, കാരണം എല്ലാവർക്കും ഇതിന്റെ ഷെയർ പോകുന്നുണ്ട്. അപ്പൊ അതായത് ഇനി കോടതിയിൽ പോകും. അവിടെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ട്, ഇവർക്ക് വേണ്ടി വാദിക്കുന്ന നല്ലൊരു സീനിയർ ആയിട്ടുള്ള, ആ കോർട്ടിൽ സീനിയർ ആയിട്ടുള്ള ഒരു ലോയർ ഉണ്ട്. കാരണം അവരെയൊക്കെ ഈ ആൾക്കാർ ഈ ഗ്യാങ് റാക്കറ്റിന്റെ ഭാഗമാണ്, ഇൻക്ലൂഡിങ് പ്രോസിക്യൂട്ടർ ഉൾപ്പെടെയുള്ളവർ. അതുകൊണ്ടാണ് ഈ ഗുണ്ടകൾക്ക് പെട്ടെന്ന് ജാമ്യം കിട്ടുന്നത്. രണ്ടാമത് നിങ്ങൾ കണക്കെടുത്ത് നോക്കണം, കേരളത്തിൽ കഴിഞ്ഞ 5-10 വർഷമായിട്ട് എത്ര ഗുണ്ടകൾക്കെതിരെയാണ് കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. ഇത് പ്രധാനപ്പെട്ട പോയിന്റാണ്. കാരണം കോടതിക്ക് ഇവരെ ശിക്ഷിക്കാൻ സാധിക്കുന്നില്ല. കാരണം കോടതിക്കകത്ത് ഇവരെല്ലാം കൂടി ഒരു നെറ്റ്വർക്ക് ആവുന്നു. കോർട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? തെളിവുകളില്ല, തെളിവുകൾ ഉള്ളത് നശിപ്പിക്കും. എല്ലാവരും റാക്കറ്റിന്റെ ഭാഗമായിട്ട് ഗുണ്ടകൾ വളരുന്നു. അതിന് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ ഭരണവർഗ സംവിധാനം നമ്മുടെ ഇടയ്ക്കുണ്ടായി. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. കാരണം ഇതെന്റെ അന്വേഷണത്തിലുണ്ടായ സംഭവമാണ്. അപ്പൊ ഇത് ആരോട് പോയാണ് കംപ്ലൈന്റ് പറയുന്നത്? അതായത് ഒരു സീനിയർ പോലീസ് ഓഫീസർ, ഒരു ADGP റാങ്കിലുള്ള ഒരു ഓഫീസർ എന്നോട് പറഞ്ഞത്, ഈ പറയുന്ന രാഷ്ട്രീയക്കാരും പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻ ഇല്ല എങ്കിൽ 24 മണിക്കൂർ കൊണ്ട് ഒതുക്കാവുന്ന സംഭവം മാത്രമേ ഉള്ളൂ കേരളത്തിലെ ഗുണ്ടകൾ. ആ ഓഫീസർ എന്നോട് പറഞ്ഞ അടുത്ത വാക്ക്, താങ്കൾ ഡൽഹിക്കാരനാണല്ലോ, ഇപ്പൊ ഡൽഹിയിലെ മുംബൈ അതേപോലെ സിറ്റികളിലെ ഗുണ്ടകളെ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ പല സ്റ്റേറ്റുകളിലെ ഗുണ്ടകളെ എടുത്ത് നോക്കുക. കേരളത്തിലെ ഗുണ്ടകൾക്ക് പീറ അത്തപ്പാടി ഗുണ്ടകളാണ്. കാരണം ഇമാര് വെട്ടും കുത്തും പരിപാടി, മറ്റേ തോക്കുകൊണ്ടാണ് കഥ പറയുന്നത്. സത്യമാണ്. ജയിലിനകത്ത് കയറിയാൽ പോലും അവർ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള സംഭവം ഇത്ര വലുതായിട്ട് ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ അതുണ്ടാകാൻ പോവുകയാണ്. അതായത് ഈ പറയുന്ന ഗുണ്ടകൾ, അതായത് നമ്മളിപ്പോ കേരളത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഗുണ്ടകൾ, ഇതിനെ അടിച്ചൊതുക്കിയില്ല എങ്കിൽ, ഞാൻ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ച് പറയാം, UP പോലും ഇത്രയും ഗുണ്ടകളില്ല. യോഗി അടിച്ചങ്ങ് ഒതുക്കി. മഹാരാഷ്ട്രയിലില്ല, അവിടാണ് ഏറ്റവും കൂടുതൽ അണ്ടർവേൾഡ് ഡോൺസിന്റെ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്, സിറ്റി എന്ന് പറയുന്നത്. അവിടെ പോലും അടിച്ചങ്ങ് ഒതുക്കി ഈ സംഭവം. പക്ഷെ കേരളത്തിൽ അടിച്ചൊതുക്കാൻ സാധിക്കുന്നില്ല. ഡീപ്പായിട്ട് പൊളിറ്റിക്കലി അഡ്മിനിസ്ട്രേഷൻ ഓരോ സാധാരണക്കാരുടെ ജീവിതത്തിലും ഗുണ്ടകൾ സുപ്രധാന ഘടകമായി മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിപ്പം ഒരു പോലീസ് ഓഫീസർ അവിടെ പോയി വിരുന്ന് കഴിച്ചു, മദ്യപിച്ചു എന്നൊക്കെ പറയുന്നത്. ഇതേപോലെ ഉരുവപ്പെട്ട കേരളത്തിലെ എല്ലാ പോലീസ് ഓഫീഷ്യൽസിനും, അതായത് ടോപ്പ് ടു ബോട്ടം, ഇവർക്കൊക്കെ ഈ ഗുണ്ടകളുമായിട്ടുള്ള ബന്ധം, അവരെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളെല്ലാം ഈ ഡിസ്പ്യൂട്ടും പരിപാടി, കാരണം ഇവർക്കെല്ലാം പണം വേണം. ഇതെല്ലാം ഗുണ്ടകളെ കൊണ്ടാണ് ചെയ്തു കൊടുക്കുന്നത്. ഈ അൺഹോളി നക്സസ് തകരാത്തിടത്തോളം കാലം പിണറായി വിജയനല്ല, കേരള പോലീസ് അല്ല, എന്ത് വിചാരിച്ചാലും ഒരു ഗുണ്ട നടക്കില്ല. പിണറായി പിന്നെ ഒരു ഗുണ്ട പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഞാൻ ഈ വീഡിയോയിൽ കൺക്ലൂഡ് ചെയ്യുന്നത്. ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് സ്വയം പുകഴ്ത്തുന്ന ഒരു ഗുണ്ടയാണ്. അതായത് ബ്രണ്ണൻ കോളേജിൽ കത്തിയുടെ നടുക്കൂടെ പോയി. അപ്പൊ അത് അദ്ദേഹം വലിയ സംഭവമായിട്ടാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം തന്നെയാണ് ഞങ്ങളുടെ നേതാവ്. ഒരു ഗുണ്ട പറഞ്ഞ അതേ വാക്കുകളാണ് മൂവാറ്റുപുഴ വെച്ചാണ് ഞാൻ ഈ ഗുണ്ടയായിട്ട് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് പറയാം. അപ്പം സത്യമാണ്, ഏതെങ്കിലും പൊളിറ്റിക്സ് നമ്മൾ കോളേജിൽ പഠിച്ചു, അവിടെ ബഹളമുണ്ടായി, അടിയുണ്ടായി, ബസ്സിന് കല്ലെറിഞ്ഞു. ഈ സംഭവം നമ്മളൊക്കെ ഒരു വിധം പ്രായമായി കഴിയുമ്പോൾ നമുക്ക് തന്നെ നാണക്കേട് ഇത് പുറത്ത് പറയാൻ വേണ്ടി. കാരണം അത് വളരെ മോശമായ സംഭവം. പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ പോയിന്റ് ഉണ്ട്,
ഞാൻ ഗുണ്ടകളുടെ നേതാവായിരുന്നു, കണ്ണൂർ പോയി ചോദിച്ചു നോക്കെ ഞാൻ ആരാണെന്ന് പറയും. അങ്ങനെ പറയുന്നൊരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ ഉറപ്പായിട്ടും ഗുണ്ടകളുടെ സാമ്രാജ്യവും സിംഹാസനവുമായിട്ട് കേരളം വളരുന്നു.